ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി എന്ന ഗ്രാമത്തിലെ ഒരു തറവാട്ടിലെ നാരായണി അമ്മയുടെ 3 ആൺമക്കളുടെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. പ്രത്യേക കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്നകന്നുപോയ ഇളയ മകൻ്റെ തിരിച്ചുവരവും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് സിനിമയുടെ പ്രധാന ആകർഷണം. ഇതിൽ ഇളയ മകൻ്റെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടാണ്. മൂത്ത മകനായി അലൻസിയറും ഇടയ്ക്കുള്ള മകനായി ജോജുവും അഭിനയിക്കുന്നു. ബന്ധങ്ങളുടെ വില പറയുന്ന സിനിമ എന്നൊക്കെ പലരും തട്ടിവിട്ടെങ്കിലും ഇതിൽ സ്വത്തിനോടുള്ള അതിമോഹവും സ്വന്തം ജീവിത തിരക്കുകൾ കൊണ്ടെന്ന വ്യാജേന സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതും ജാതീയതയും വർഗീയതയും തുടങ്ങി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ജോജുവിൻ്റെ കഥാപാത്രം വിളിച്ചു പറയുന്ന നന്മയുടെ അംശങ്ങൾ കാണാതെ പോകുന്നില്ല. അയാൾ അതുകൊണ്ട് തന്നെയാകണം ഏവരുടെയും കണ്ണിലെ പൊട്ടനായി മാറുന്നതും. കാരണം അയാൾക്ക് ജീവിത തിരക്കുകളില്ല, വെട്ടിപ്പിടിക്കാൻ ലോകങ്ങളില്ല. അയാളുടെ നിൽപ്പിലും ഇരിപ്പിലും നടത്തത്തിലും വർത്തമാനങ്ങളും എല്ലാം എവിടെയോ മുരടിച്ചു പോയൊരു മരത്തിൻ്റെ ആത്മഗതങ്ങളുണ്ട്. കൂടുതൽ ഉയരത്തിൽ വളർന്നു പോകാത്തതിനാലാകണം അമ്മയ്ക്ക് തണലായ അയാൾ അവിടെയുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലൊരു തെറ്റായ പ്രവണത കടന്നു വരുന്നുണ്ട്. പ്രകൃതിയുടെ കണ്ണിൽ അത് തെറ്റല്ലായിരിക്കാം, എന്നാൽ മനുഷ്യനെ ആർജിച്ചെടുത്ത സംസ്കാര ചിന്തയിൽ നിന്നും വീക്ഷിച്ചാൽ അതൊരു തെറ്റാകുന്നു. ഒരുപക്ഷെ തലമുറകളെ വഴിതെറ്റിക്കുന്ന ഒരു തെറ്റ്. സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ ലൈംഗിക ബന്ധം ലോകത്തിലെ ഒരു പരിഷ്കൃത സമൂഹത്തിലും അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല. ഇവിടെ തന്നെ മരുമക്കത്തായി നിലനിന്നിരുന്ന കാലത്തുണ്ടായ ഒരു ദുരാചാരമാണ് അമ്മാവൻ്റെ മകളെ വേളി കഴിക്കുക എന്ന സമ്പ്രദായം. തമിഴ്നാട്ടിൽ ചെന്നാൽ സ്വന്തം അമ്മയുടെ സഹോദരനെ തന്നെയാണ് ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നത്. ഇവിടെ മുറച്ചെറുക്കൻ, അവിടെ മുറയും മാമൻ. ഇതൊക്കെ ഇന്നും ഏറിയും കുറഞ്ഞും തുടർന്നു പോകുന്നുണ്ട്. പരസ്പര സമ്മതപ്രകാരമാണെങ്കിലും അല്ലെങ്കിലും സഹോദരങ്ങൾ തമ്മിലുള്ള സെക്സ് മനുഷ്യ വിവേകപ്രകാരം തെറ്റ് തന്നെയാണ്. അത് അമ്മാവൻ്റെ മകളെ പ്രാപിച്ചാലും വല്യച്ഛൻ്റെ മകളെ പ്രാപിച്ചാലും തെറ്റ് തന്നെയാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് എന്നതാണ് സത്യം. പ്രകൃതിയുടെ കണ്ണിൽ ആണും പെണ്ണും എന്ന ദ്വന്ദ്വങ്ങളായിരിക്കാം, അല്ലാതൊന്നും പ്രകൃതിക്കില്ല. ഏത് പുരുഷൻ്റെ ബീജം ഗർഭിണിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഏതൊരു സ്ത്രീയിൽ പ്രവേശിച്ചാലും പ്രത്യുൽപാദനമാണ് പ്രകൃതിയുടെ ആകത്തുക. അവിടെ ബന്ധങ്ങളെ വിവേചിച്ചെടുക്കുന്നത് നമ്മളാണ്. ഇതൊന്നും തിരുത്തിയൊരു ലോകം മനുഷ്യരിൽ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നില്ല. സഹോദരനും സഹോദരിയും സെക്സിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടാകാം. കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഇടയിലെ നൂൽപ്പാലത്തിലൂടെ കൈവിട്ട പോകലുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പറയുന്നത്. അച്ഛൻ മകളെയും പ്രാപിക്കുന്നു, അത് പീഡനമായും കൺസെൻറ്റോടെയും നടക്കുന്നു. എത്രയൊക്കെ നമ്മൾ സംസ്കാരം ആർജിച്ച ആളുകളെന്ന് പറഞ്ഞാലും സഹസ്രാബ്ദങ്ങൾക്ക് പിന്നിൽ നിന്നൊരു വിവേകബുദ്ധിയില്ലാത്തൊരു ഇരുകാലി വന്യമൃഗത്തിൻ്റെ മുരൾച്ച ചിലപ്പോഴെങ്കിലും ചിലരെ തേടിയെത്തും. സാഹചര്യങ്ങൾ ത്രസിപ്പിക്കുന്ന ശരീരമാനസങ്ങൾ പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുമ്പോൾ ഇത്തരം സിനിമകൾ അതിനെ നോർമലൈസ് ചെയ്യുന്നു എന്നതാണ് ദുരന്തം. സുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ മകനെ അവതരിപ്പിച്ചത് തോമസ് മാത്യുവും അലൻസിയറുടെ കഥാപാത്രത്തിൻ്റെ മകളെ അവതരിപ്പിച്ചത് ഗാർഗി അനന്തനുമാണ്. ഇവർ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കണ്ണുകൾ കൊണ്ടൊരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ ധരിക്കുക അത് സഹോദരങ്ങളുടെ മക്കൾ അല്ലായിരിക്കുമെന്നാണ്. എന്നാൽ കഥ മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിലുള്ള കണക്ഷൻ വെടിമരുന്നും തീപ്പെട്ടിയും തമ്മിലുള്ള കണക്ഷനാകുന്നു. കുട്ടികളുടെ പ്രായം അതല്ലേ എന്നൊക്കെ പറഞ്ഞ ജോജുവിൻ്റെ കഥാപാത്രം അതിനെ സ്വാഭാവികവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉത്സവരാത്രിയിൽ മിസ്സിംഗ് ആയ പിള്ളേർ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ എവിടെ പോയെന്ന് ജോജു ഒരു പുഞ്ചിരിയോടെ ചോദിക്കുന്നുമുണ്ട്. ലിപ് ലോക്കുകളും ഗാഢമായ ആലിംഗനങ്ങളും ലൈംഗിക വീഴ്ചയ്ക്കുള്ള അഭിനിവേശവും കൊണ്ട് ഈ സഹോദരങ്ങൾ കേരള സമൂഹത്തിൻ്റെ മിത സദാചാരബോധത്തിൻ്റെ മണ്ടയിൽ തന്നെ ചുറ്റിക കൊണ്ട് പ്രവഹിക്കുകയാണ്. ഇവിടെ പുരോഗമനമോ അധോഗമനമോ എന്നതല്ല വിഷയം. പിഡോഫീലിയ വരെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ സോഷ്യൽ മീഡിയയിലുണ്ട്. പുരോഗമനം പറയുന്നവരുടെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നാളെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളത് അംഗീകരിക്കുമോ? പുരോഗമനക്കാരുടെ മറുപടി യെസ് എന്നാണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം അത്രമാത്രം പുരോഗമനം ആർജിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.